അദ്ദേഹം കലിപ്പനാണ്. വെറും കലിപ്പൻ എന്ന് പറഞ്ഞാൽ പോരാ, അൾട്രാ പ്രോ മാക്സ് കലിപ്പനാണ്. ഹൈദരാബാദ് സിറ്റി പോലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഒന്നാമത്തെ ബെസ്റ്റ് ടീമാണ്. അപ്പോൾ അവരുടെ ഒരു യൂണിഫോം ഒക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു അപരാധം കാണിക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും തീർക്ക് തലവേദനയായിരുന്നു അവസാനം. കൊള്ളായിരുന്നു. അല്ല, എനിക്ക് കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. സ്ക്രീൻ പ്ലേ ഒക്കെ കൊള്ളായിരുന്നു. സിനിമ സരിപ്പോത്തെ ശനിവാരം, അതായത് ഇതിൻ്റെ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശനിയാഴ്ച ഇനഫാണോ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അപ്പം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് മലയാളത്തിലും തമിഴിലും വരുന്നുണ്ട് ഇതിൻ്റെ ഡബ്ഡ് വേർഷൻ. അത് സൂര്യ സാറ്റർഡേ എന്നാണ്. പക്ഷേ അതിൽ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിച്ച നാനിയുടെ പേരാണ് സൂര്യ, അതായത് സിനിമയിലെ കഥാപാത്രം. ചിലപ്പോൾ അത് എസ് സൂര്യയായിട്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുണ്ട്. പിന്നെ ഇതൊരു ടിപ്പിക്കൽ തെലുഗു മസാല ആക്ഷൻ ഫ്ലിക്കിൽ എങ്ങനെ എന്തൊക്കെ പ്രതീക്ഷിക്കാം അത് മാത്രം ഇതിനകത്ത് പ്രതീക്ഷിച്ചാൽ മതി. കാരണം ഇത് പാരലൽ വേൾഡിലാണ് നടക്കുന്നത്. ഈ അടുത്ത കാലത്തൊക്കെ പാരലൽ വേൾഡ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഒരു റിയാലിറ്റി വരും. ഇത് റിയാലിറ്റിയുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതെ, CCTV ഇല്ലാത്തൊരു സ്ഥലം, ഒരു നഗരം. പോലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഉണ്ട്. ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങളിൽ ഒരാൾ അവതരിപ്പിച്ച എസ് സൂര്യയുടെ കഥാപാത്രം, പുള്ളി ഹിംസെൽഫ് CI. പക്ഷേ പോലീസിൻ്റെ റോൾ എന്താണെന്ന് ഈ സിനിമയ്ക്കകത്ത് പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഇതാണ്. പിന്നെ നമ്മുടെ നായകനായ നാനി അവതരിപ്പിച്ച കഥാപാത്രം, അദ്ദേഹം കലിപ്പനാണ്. വെറും കലിപ്പൻ എന്ന് പറഞ്ഞാൽ പോരാ, അൾട്രാ പ്രോ മാക്സ് കലിപ്പനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു റൂൾ വെച്ചിട്ടാണ് അദ്ദേഹം ആൾക്കാരെ തല്ലുന്നത്. അതായത് അദ്ദേഹത്തിന് ദേഷ്യം ഉണ്ടെങ്കിൽ ആൾക്കാരെ തല്ലുന്നത്. ആ റൂളിൻ്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഫസ്റ്റ് ഷോ അല്ലേ, അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇത് പോവും, സ്പോയിലറായി പോകും. പക്ഷേ നമുക്കാണെങ്കിൽ പറയാമല്ലോ, നമ്മുടെ രാജമൗലിയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, അത് മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്, ദിലീപ് ചെയ്തത്. അതായത് ദിലീപിനെ അവർ ആക്രമിക്കണമെങ്കിൽ വീട്ടിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല, പുറത്ത് കഴിഞ്ഞാലേ ചെയ്യുള്ളൂ. ഒരു റൂളുണ്ട്. അതുപോലെ ഒരു കുറച്ചുള്ള സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം ആ ഒരു റൂളിൻ്റെ സമയം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ ഇത് മാറിക്കളയും. ഓക്കെ, അത് പിന്നെയും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെയാണ് ഇത് സിനിമ പോകുന്നത്. അപ്പം സിനിമയുടെ തുടക്കത്തിൽ നാനിയുടെ അവതരിപ്പിച്ച കഥാപാത്രം, അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമായിട്ടുള്ള ഒരു ഫാമിലി റിലേറ്റഡ് ആയുള്ള സംഭവം. പിന്നെ ഇദ്ദേഹത്തെ റൂൾ വെച്ചുള്ള അടി ഇത്. പക്ഷേ കേസും കാര്യങ്ങളൊന്നുമില്ല. അതാണ് ഇപ്പോൾ പോലീസുണ്ട്, പക്ഷേ എന്തിനാണ് പോലീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു സ്ഥലത്ത് എസ് സൂര്യയുടെ കഥാപാത്രവും അദ്ദേഹവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലി റിലേഷനായിട്ടുള്ള ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അവർ കണ്ടുമുട്ടുമ്പോഴത്തേക്ക് പിന്നെ എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ സ്ഥലം ഏതാണെന്ന് ഇതിനകത്ത് പറയുന്നില്ല, പക്ഷേ ഹൈദരാബാദ് സിറ്റി പോലീസാണെന്ന് ഇത് കാണിക്കുന്നുണ്ട്. ഹൈദരാബാദ് സിറ്റി സത്യം പറഞ്ഞാൽ എനിക്ക് ചില സിനിമകളൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മളിപ്പം പുകവലി, മദ്യപാനമൊക്കെ ആരോഗ്യത്തിന് ഹാനികരമെന്ന് ഡിസ്ക്ലെയിമർ എഴുതി കാണിക്കുന്നില്ല. ഇങ്ങനെ സിനിമകളിൽ കാണിക്കുമ്പോഴത്തേക്കും പോലീസിൻ്റെ ജോലി ഇതൊക്കെയാണെന്ന് ഡിസ്ക്ലെയിമർ എഴുതി കാണിക്കണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഹൈദരാബാദ് സിറ്റി പോലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ഒന്നാമത്തെ ബെസ്റ്റ് ടീമാണ്. അപ്പോൾ അവരുടെ ഒരു യൂണിഫോം ഒക്കെ വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു അപരാധം കാണിക്കുമ്പോഴത്തേക്കും പിന്നെ എന്നെ സിനിമ കാണാൻ പ്രേരിപ്പിച്ച ഒരു മുഖ്യ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജേക്സ് ബിജോയാണ് ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തത്. അപ്പോൾ അദ്ദേഹം നമുക്കറിയാം അറ്റ്ലീസ്റ്റ് ഒരു ക്വാളിറ്റി സംഭവമുണ്ട്. ആ സംഭവം എന്തായാലും ഈ സിനിമയ്ക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ച് എസ് സൂര്യയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു BGM, അത് നല്ലൊരു കിടിലം BGM. അതിൽ പല ഇതും എലവേറ്റ് ചെയ്യുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ BGM മ്യൂസിക്കും ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇവർ തമ്മിലുള്ള ക്ലാഷ് സംഭവിക്കുന്നത്. പിന്നെ നമ്മൾ ഒരു സാധാരണ സിനിമയിൽ ഇങ്ങനത്തെ ഒരു സിനിമയിൽ എന്ത് സംഭവിക്കും ഇത് തന്നെയാണ്. പിന്നെ അതിൻ്റെ കുറച്ചൊരു സ്ഥലമായിട്ടുള്ളൊരു ബാക്ക്ഡ്രോപ്പ്. പിന്നെ നമ്മൾ വേണമെങ്കിൽ കുറേ കമ്പാരിസണൊക്കെ നടത്താം. വിജയുടെ ഒരു സിനിമയുണ്ടല്ലോ, വേദനായകൻ ഭയം എന്ന് പറയുന്നത്. അതായത് ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ ഭയം എന്നുള്ളൊരു വികാരത്തെ മാറ്റി നിങ്ങൾക്ക് കറേജോടെ എഴുന്നേറ്റ് നിൽക്കൂ, ഇങ്ങനെയൊക്കെ കാര്യങ്ങളിലൂടെ കടന്നുപോയി അവസാനം അടിപിടി സംഭവം എല്ലാം ഇതിങ്ങനത്തെ രീതിയിലാണ് സിനിമ അവസാനിപ്പിക്കുന്നത്. അപ്പം ടിപ്പിക്കലായിട്ടുള്ള ഒരു, അതായത് യാതൊരു തരത്തിൽ റിയാലിറ്റിയായിട്ട് ബന്ധമില്ലാത്ത രീതിയിൽ ഇങ്ങനെ സിനിമകൾ കണ്ടു. പിന്നെ അല്പമെങ്കിലും എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് എസ് സൂര്യയുടെ കഥാപാത്രം. കാരണം നമുക്കറിയാം അദ്ദേഹം മിനിമം ഒരു ഗ്യാരണ്ടി, അദ്ദേഹത്തിന് എന്തെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് കയ്യൊപ്പ് കുറച്ച് സീനുകളിൽ അവശേഷിക്കും. ആ ഒരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, ഇതിനകത്തൊരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അതായത് നാനിയുടെ ഒരു വീട്ടിൽ നിന്നുള്ളൊരു ഫൈറ്റ് സീക്വൻസ്, അത് ചിത്രീകരിച്ച രീതി വളരെ നന്നായിരുന്നു. അതായത് നമ്മളിങ്ങനെ കാണുമ്പോഴത്തേക്ക് ക്യാമറ ഇങ്ങനെ പോകുന്നത്, ക്യാമറ ഇതെങ്ങനെയാണ് ചിത്രീകരിച്ചത്, ഷൂട്ട് ചെയ്തതെന്ന് നമുക്ക് തോന്നി. കാരണം ഇത് OTT ഇറങ്ങി കഴിഞ്ഞാൽ എനിക്കത് സീൻ ബേസിൽ ഇട്ട് കാണും, ഇതെങ്ങനെ അവർ ഷൂട്ട് ചെയ്തതെന്ന്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളിലൂടെയൊക്കെയാണ് സിനിമ പോകുന്നത്. അപ്പം പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം എസ് സൂര്യ ഉള്ളതുകൊണ്ടും നാനി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പൊതുവേ ഒരു ഇഷ്ടമുണ്ടല്ലോ മലയാളികൾക്ക്. കാരണം ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരെ നമ്മളെപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നൊരു, അപ്പോൾ ആ ഒരു ഇമോഷണൽ ഇത് വെച്ചിട്ട്
ഒരുപക്ഷെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ രാജമൗലി സംവിധാനം ചെയ്ത തന്നെ ഈഗ സിനിമയിൽ നാനി ഒരു അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സിനിമയിൽ കഥാപാത്രങ്ങളുടെ റെഫറൻസ് വരുന്നുണ്ട്. അത് വളരെ മനോഹരമായിട്ട് ആ ഒരു എൻ്റയർ സീക്വൻസ് അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റെഫറൻസ് ഇങ്ങനെയൊക്കെ കൂടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു തലവേദനയായിരുന്നു സിനിമയുടെ അവസാനത്തിയപ്പോഴത്തേക്ക് ഇത് എങ്ങനെയെങ്കിലും തീർക്ക് അറ്റ്ലീസ്റ്റ് നമുക്കെന്താ പറയുക, ലോജിക്ക് എന്ന് പറഞ്ഞാൽ, കാരണം ഒരാൾ അടികൊണ്ട് കിടക്കുന്ന, അയാൾ രക്തം വാർന്നൊലിക്കുന്നു, നമ്മൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക. ആ സീനിൽ വന്നിട്ട് മാസും കുറേ സത്യമാണ്. നമ്മൾ തെലുങ്ക് സിനിമകൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് വരും, ഇങ്ങനത്തെ കുറച്ച് അപരാധങ്ങൾ കൊണ്ടിറക്കും. അത് കാണുമ്പോഴത്തേക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മലയാളികൾക്ക് ഒരുപക്ഷെ ഈ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെടുമായിരിക്കാം സൂര്യ എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഒരു മാനസിക ഉല്ലാസത്തിനാണ് സിനിമ കാണാൻ വരുന്നത്. തലവേദനയായിരുന്നു അവസാനം.